എൻ്റെ പേര് ഡെസ്മി ഡേവിസ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഒരു ടീച്ചറാണ്, വർക്ക് ചെയ്യുകയാണ്, ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ 2022 മാർച്ചിൽ ഞാനിവിടെ ആദ്യമായിട്ട് വന്നിരുന്നു. അതെൻ്റെ ഹസ്ബൻഡ് വീട്ടുകാരുടെ കൂടെ വന്നത്. അപ്പോൾ എൻ്റെ അമ്മായിമ്മ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നു. അപ്പോൾ എന്നോട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റില്ല, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നോട് പറ്റില്ല. എനിക്കറിയാം ഉടമ്പടി എടുത്താൽ എനിക്ക് ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുമെന്ന് അറിയാമെങ്കിലും അതിലത്തെ നിയമങ്ങൾ പാലിക്കാൻ എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ള ഭയം കൊണ്ട് ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ കൊച്ചിലെ തൊട്ട് എന്നും കുർബാനയ്ക്ക് പോയിരുന്ന ഒരാളായിരുന്നു. കുർബാനയ്ക്ക് പോവും, എന്നും കൊന്ത ചെല്ലുന്ന ഒരാളായിരുന്നു. കോവിഡൊക്കെ വന്നതിന് ശേഷം കുർബാനയ്ക്ക് പോകലൊക്കെ മുടങ്ങി. അതേപോലെ മാതാവിൻ്റെ വഴിയിൽ നിന്ന് ഞാൻ വളരെയധികം മാറിപ്പോയി. വിവാഹത്തിന് ശേഷം ഇതേപോലെ തന്നെ കുർബാനയില്ല, കുടുംബ പ്രാർത്ഥനയുണ്ട്, അല്ലാതെ ഞാൻ സ്വന്തമായി ചെല്ലുന്ന കൊന്തയൊന്നും ഞാൻ ചെല്ലിയിരുന്നില്ല. അതുപോലെ തന്നെ ഞാൻ ഇന്നേ വരെ എക്സാമിന് എത്ര ടഫുള്ള എക്സാം ആയാലും മാതാവ് എന്നെ പാസ്സാക്കി തന്നിരുന്നു. പക്ഷേ ഈ ഒരു മാറ്റം, ഞാൻ കുർബാനയിൽ നിന്നും കൊന്തയിൽ നിന്നൊക്കെ മാറിയതിന് ശേഷം ഞാൻ എക്സാമിനൊക്കെ തോൽക്കാൻ തുടങ്ങി. അപ്പോൾ അതെനിക്ക് വളരെയധികം വിഷമം സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ വിചാരിച്ചു അത് ശരിയാവും, ഞാൻ എഴുതിയെടുക്കും എന്നൊക്കെ പറഞ്ഞു. ശേഷം 2022 മാർച്ചിൽ ഞാൻ വന്നു, ഉടമ്പടി എടുത്തില്ല. അതിനുശേഷം ഞാൻ IELTS എക്സാം എഴുതാനായിട്ട് തുടങ്ങി. അപ്പോൾ എക്സാമിൻ്റെ സമയമായപ്പോൾ എല്ലാവരും വീണ്ടും പറഞ്ഞു എന്നോട് ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എടുക്കില്ല. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റിയെന്ന് വരില്ല, ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ ഡാഡി വിളിച്ചിട്ട് പറഞ്ഞു, ഡാഡിക്ക് മൂത്രസഞ്ചിയിൽ തടിപ്പ്. ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഭയങ്കര പേടിച്ചു. എൻ്റെ ഡാഡി ഇത്ര പേടിച്ച് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ആകെ ഒരു സിറ്റുവേഷൻ കയ്യിൽ നിന്ന് പോയ പോലെ, നല്ല വലിപ്പമുള്ളൊരു മുഴയായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി എൻ്റെ ഒരു തെറ്റാണ്. കാരണം ഇത്രയധികം ആൾക്കാർ എന്നോട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞിട്ടും ഞാൻ ചെയ്തില്ല എന്നുള്ളവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്നോട് പറ്റില്ല, ഞാൻ ചെയ്യില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. ഒഴിഞ്ഞു മാറല്ല, മുഖത്ത് നോക്കി പറഞ്ഞു. അതിൻ്റെ ശിക്ഷയായിരിക്കാമെന്ന് കരുതി ഞാൻ എന്നെ തന്നെ കുറേ പഴിച്ചു. ഡോക്ടറെ എന്നിട്ട് ഞാൻ അന്ന് തന്നെ ഞാൻ തീരുമാനമെടുത്തു. എൻ്റെ വീട്ടിൽ മാതാവിൻ്റെ രൂപമുണ്ട്, കൃപാസന മാതാവിൻ്റെ രൂപമുണ്ട്. ഞാൻ പറഞ്ഞു, മാതാവ് ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ട് അതിൻ്റെ പേരിൽ എൻ്റെ അച്ഛനൊന്നും ഒരു കുറവും വരുത്തരുതെന്ന് പ്രാർത്ഥിച്ചു. ഡോക്ടറെ അടുത്തേക്ക് പോയി. ഭാഗ്യവശാൽ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അത് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാറാവുന്നതുള്ളൂ, നീര് കിട്ടാണ്, അതൊരു വേറൊരു രീതിയിലേക്ക് ക്യാൻസർ പോലത്തെ ഒരു മാരക രോഗത്തിലേക്ക് പോവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാനെടുത്ത തീരുമാനം കൊണ്ടായിരിക്കണം മാതാവ് എനിക്കതങ്ങനൊരു മാറ്റം സംഭവിച്ചത്. അങ്ങനെ ഞാനിവിടെ ഒരു മെയിൽ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ഫസ്റ്റ് വട്ടം എക്സാമിൻ്റെ തൊട്ടടുത്തായിട്ട് ഞാൻ ഉടമ്പടി എടുത്തത്. അപ്പോൾ ഈ ഉടമ്പടിയിൽ പറഞ്ഞ കാര്യമൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരാഴ്ചത്തോളം ആകുമ്പോഴേക്കും എൻ്റെ എക്സാമായി. ഞാൻ എക്സാം എഴുതി. ആദ്യത്തെ വട്ടം ഞാൻ ഫെയിലായി. പക്ഷെ ഞാൻ മാതാവോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കാനഡയിലേക്ക് പോകാനാണ് ഞാൻ എഴുതിയിരുന്നത്. പക്ഷെ എനിക്ക് പഠിക്കാൻ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു എനിക്ക് ജോലിയാണ് വേണ്ടത്. പക്ഷേ ഞാൻ അക്കാഡമിക്ക് എഴുതിയത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, ജോലിക്ക് പോകാൻ തന്നെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യത്തെ തൊട്ട് ഫെയിലായി. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു, ഉടമ്പടി എടുത്തിട്ട് ഫെയിലാകുമ്പോൾ നീ ഒരിക്കലും വിശ്വാസത്തിൽ നിന്ന് പുറത്തേക്ക് പോകരുത്, അതായത് ഉടമ്പടി ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോളൂ, യാതൊരുവിധ മാറ്റവും വരുത്തരുതെന്ന് പറഞ്ഞു. ഞാൻ മാറ്റം ഒന്നും വരുത്തിയില്ല. ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പോയിരുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ അതേപോലെ ഫോളോ ചെയ്തു. ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ജനറൽ എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ട് IELTS. ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് അത് വളരെ ഉപകാരപ്പെടുന്നു ഞാൻ അറിഞ്ഞു. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത് ആദ്യമായിട്ടാണ് അപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ ഫെയിലായതിനു ശേഷമാണ് ഞാൻ അറിയുന്നത് ജോലിക്ക് പോകാൻ വേറെ ടൈപ്പ് ഓഫ് IELTS ഉണ്ടെന്നും. ഞാൻ അതിന് ട്രൈ ചെയ്തു. ഞാൻ പാസ്സാവെന്ന് പറയുന്നത് രണ്ടാമത്തെ വട്ടം ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നിട്ട് ഉടമ്പടി എടുത്തത് പിറ്റേ ദിവസമാണ് എനിക്ക് റിസൾട്ട് വരുന്നതും ഞാൻ പാസ്സാവുന്നതും. അതുപോലെ തന്നെ ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നു. അവിടെ നിന്ന് എനിക്ക് സാലറി കിട്ടാണ്ടായിരുന്നു. എനിക്കൊരു 9 മാസത്തോളമായിട്ട് സാലറി കിട്ടിയിരുന്നില്ല. അവർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ തരാം എന്ന് പറഞ്ഞു 9 മാസത്തോളം കിട്ടിയില്ല. രണ്ടാമത്തെ വട്ടം ഞാൻ ഉടമ്പടി എടുക്കാൻ വന്ന് ഞാനിവിടെ ആലുവ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് അവിടുത്തെ HM വിളിച്ച് പറയുന്നത് സാലറി ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്നും. ഒരു രാത്രി 9 മണി നേരത്തെ എനിക്ക് എൻ്റെ സാലറി ക്രെഡിറ്റ് ആയിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു. ഞാൻ ഒത്തിരി സന്തോഷമായി. കാരണം അതൊന്നും ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നില്ല. പക്ഷെ ഇതൊക്കെ ഞാൻ വെക്കാത്ത പല കാര്യങ്ങളും മാതാവ് എൻ്റെ കൂടെ നിന്ന് നടത്തുമായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ പപ്പയ്ക്ക് ഭയങ്കര മുട്ടുവേദനയാണ്. ആൾക്ക് ഈ വെയിറ്റൊക്കെ എടുക്കുന്ന ആളായതുകൊണ്ട് വെയിറ്റ് എടുത്ത് സ്റ്റെപ്പ് കയറണം. കുറേ വർഷങ്ങളായിട്ടുള്ള മുട്ടുവേദനയാണ്. ആ മുട്ടുവേദന ഞാനിവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി തൈലം കൊണ്ടുപോയിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ മുട്ടൊക്കെ ഒഴിഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അതൊന്നും അടിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ചെയ്യുന്നത്. അടി വന്നു അതൊന്നും കാര്യമില്ലടി, ഇത് വർഷങ്ങളായിട്ടുള്ളതാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ചെയ്യായിരുന്നു. ഒരു ദിവസം ഞാൻ ചെയ്തിട്ട് പിറ്റേ ദിവസം എൻ്റെ അടി വിളിച്ചിട്ട് പറഞ്ഞു നല്ല മാറ്റം ഉണ്ട് കേട്ടാന്ന് പറഞ്ഞു. പൂർണ്ണമായിട്ട് വിട്ടുപോയി എൻ്റെ അടി പറയുന്നില്ല, പക്ഷേ എനിക്കിപ്പോൾ കൂളായിട്ട് ഇറങ്ങാം, നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമായി. അതുപോലെ തന്നെ എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു.
ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങുക, പെട്ടെന്ന് തല തിരിക്കുകയൊക്കെ ചെയ്താൽ ഈ ഭൂമി മുഴുവൻ അങ്ങനെ തല തിരിഞ്ഞ് നിൽക്കുന്ന പോലെ വരും, ഛർദ്ദിക്കാൻ വരും. എനിക്ക് സ്റ്റെപ്പ് കയറാൻ, കുമ്പിട്ട് സാധനം എടുക്കാനൊക്കെ ചെയ്യുമ്പോൾ ഇയർ ബാലൻസിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. അത് എനിക്ക് ഒരു 1.5 വർഷമായിട്ടുണ്ടായിരുന്നു. എനിക്ക് പഠിക്കാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് PG പഠിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് 2ാമത്തെ നിലയിലേക്കൊക്കെ സ്റ്റെപ്പ് ഞാൻ അങ്ങനെ പിടിച്ചാൽ കയറുക, പേടിച്ചിട്ട് കയറുക, എപ്പോഴെങ്കിലും ഉരുണ്ട് താഴത്തേക്ക് വീഴുമെന്ന് പേടിക്കും. അപ്പോൾ എനിക്ക് ലാബിലൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഫിസിക്സ് ലാബായിരുന്നു, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി കുമ്പിടാൻ എഴുന്നേൽക്കുമ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനിവിടെ വന്നിട്ട് ഞാൻ ഉടമ്പടി ആദ്യത്തെ വട്ടം മാർച്ച് 2022 ഞാൻ വന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇത് വെച്ചിട്ട് എനിക്ക് എൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ ടീച്ചറാണ്, കുട്ടികളുടെ കൂടെ ഓടിച്ചാടി നിൽക്കേണ്ട ഒരു ടീച്ചറാണ്, എനിക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ 2 വർഷമായി എനിക്ക് ഇന്നേ വരെ ഇയർ ബാലൻസിൻ്റെ അസുഖം പിന്നീട് വന്നിട്ടില്ല. അതേപോലെ തന്നെയാണ് കോവിഡ് വന്നതിന് ശേഷം എൻ്റെ കൂടെ കൂടിയിട്ടുള്ള ഒരാളായിരുന്നു ബാക്ക് പെയിൻ. പുറമേതാന്ന് പറഞ്ഞാൽ അത്രമാത്രം ബാക്ക് പെയിൻ ആയിരുന്നു. എനിക്കൊന്ന് അലക്കി കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കതുപോലെ അടിച്ചു വാരി തുടയ്ക്കുക, വീട്ടിലത്തെ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബാക്ക് പെയിനാണ്. ഞാൻ കുറേ നേരം നമുക്ക് എടുക്കണം എനിക്ക്. അപ്പോൾ ഞാനിവിടെ കഴിഞ്ഞ നവംബറിൽ ഞാനിവിടെ വന്നു. ഞാൻ പറഞ്ഞു മാതാവിനോട്, മാതാവേ ഞാൻ പുറത്ത് പോകാൻ നോക്കുന്ന ഒരാളാണ്, പാർട്ട് ടൈമൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഈ ബാക്ക് പെയിൻ വെച്ച് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ ഉടമ്പടി വെച്ചിട്ടില്ല, ഞാൻ വേറെ കുറേ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഈ മാർച്ച് കഴിഞ്ഞിട്ട് ഇതേവരെ എനിക്ക് ബാക്ക് പെയിൻ എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് ജീവിതത്തിൽ വന്നിട്ടേ ഇല്ല. അങ്ങനെ ബാക്ക് പെയിൻ എല്ലാം പോയി. അതുപോലെ തന്നെ ആദ്യത്തോടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഇവിടെ 6 നിയോഗം ഉണ്ടെങ്കിലും അതിൽ 5 എണ്ണം വെച്ചാൽ മതി, 1 എണ്ണം മാതാവിന് വിട്ടുകൊടുക്കാൻ പറഞ്ഞു. പക്ഷെ ആദ്യത്തെ വട്ടം വന്നതിൻ്റെ ഒരു വെപ്രാളം കൊണ്ടാണോ ഞാൻ 6 എണ്ണം നിയോഗം എഴുതി. അപ്പോൾ എനിക്ക് വന്ന കുറേ കാര്യങ്ങൾ ഞാൻ ഈ പ്രാവശ്യം 2ാമത്തെ വർഷം വന്നപ്പോൾ ഞാൻ 5 കാര്യം എഴുതിയുള്ളൂ. ഒരെണ്ണം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവിന് ഇഷ്ടമുള്ളത് ചെയ്യുന്നുള്ള രീതിയിലാണ് എഴുതി കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇന്നേ വരെ എനിക്ക് യാതൊരുവിധ കുറവില്ലാതെ എന്നെ കൂടെ നിർത്തിയിട്ടുണ്ട്. ഈ 10-ാം തീയതി ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ട് ദുബായിലേക്ക് പോവുകയാണ് ജോലി അന്വേഷിച്ചിട്ട്. എനിക്ക് 100% ഉറപ്പാണ് മാതാവിനെ അനുഗ്രഹിക്കും എന്നുള്ളത്. ഞാൻ പഴയ രീതിയിലേക്കൊന്നും കുർബാന ചെല്ലാനും മാതാവിനോട് സംസാരിക്കാനും തുടങ്ങി. ഞാൻ മാതാവ് നന്നായി സംസാരിച്ചിരുന്ന ഒരാളായിരുന്നു, പേഴ്സണലി ഒരുപാട് സംസാരിച്ചിരുന്ന ഒരാളായിരുന്നു. വീണ്ടും ഞാൻ ആ ലെവലിലേക്ക് എത്താനായിട്ട് എന്നെ സഹായിച്ചു. ഞാൻ ഉടമ്പടി പത്രം ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി പത്രം കൊടുക്കാത്ത പലർക്കും ഞാൻ 2ാമത്തെ വട്ടം കൊടുക്കാൻ തുടങ്ങി. കൊടുത്തവർക്ക് തന്നെ വീണ്ടും കൊടുക്കുന്നതിനേക്കാളും അറിയാത്തവർക്ക് ഹോസ്പിറ്റലുകളിൽ പോയിട്ടും ഞാൻ ആദ്യത്തോട്ടം കൊടുക്കാത്ത ഒത്തിരി പേരിലേക്ക് എനിക്ക് ഉടമ്പടി പത്രം കൊടുക്കാനും അവരിലേക്ക് അത് എത്തിക്കാനും സാധിച്ചു. അതേപോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ബ്രദേഴ്സിനും എൻ്റെ കസിൻസിനും ഒക്കെ എനിക്ക് ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു, അവർക്ക് ഉടമ്പടി എടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അത്ര കാര്യങ്ങളിലേക്ക് എനിക്ക് ഒരുപാട് വളരാനായിട്ട് സാധിച്ചു. അതേപോലെ ഞാൻ ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി. അത് ഞാനിങ്ങനെ പരസ്യപ്പെടുത്തിയിട്ടൊന്നുമല്ല ചെയ്യുന്നത്. എനിക്കിപ്പോൾ വയ്യാന്ന് തോന്നുന്നവർക്കോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നവർക്ക് ഞാൻ അവർ പോലും അറിയാതെ സഹായിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്കൊരുമാതിരി സന്തോഷം കിട്ടി. അതേപോലെ എനിക്ക് ട്യൂഷനൊക്കെ എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് കുറച്ചായി വരുമാനമൊക്കെ ഉള്ള സമയത്ത് ഞാനങ്ങനെ കൂട്ടി വെക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ബൈബിൾ എടുത്തിട്ട് മാതാവോട് പറഞ്ഞിട്ട് ഞാൻ ബൈബിൾ കൊണ്ടെടുക്കുമ്പോൾ സ്ഥിരമായിട്ട് എനിക്ക് കിട്ടുന്നതായിരുന്നു, ഈ നിൻ്റെ ഉള്ളതിൽ നിന്ന് നീ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത് സ്ഥിരമായിട്ട് അതുതന്നെ എനിക്ക് കിട്ടിയിരുന്നത്. ഒത്തിരി പ്രാവശ്യം ഞാൻ ബൈബിൾ വചനം ഇപ്പോൾ 1 മാസം 1.5 മാസം ഇടവിട്ടിട്ട് കിട്ടുന്ന വചനം മുഴുവൻ സെയിം കോട്ട എനിക്ക് കിട്ടിയിരുന്നത്. സോ ഞാൻ കോട്ടെടുത്ത് മാറ്റി വെച്ചാൽ പോലും എനിക്ക് അത് കിട്ടിയിരുന്നത്. അതിന് ശേഷം ഞാൻ ഒരുപാട് പേരെ സഹായിക്കാൻ തുടങ്ങിയത് അതിന് ശേഷമാണ്. അപ്പോൾ എനിക്ക് മാതാവ് നൽകിയിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. എല്ലാത്തിനും മാതാവിന് ഒത്തിരി നന്ദി. ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു, ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിൽ നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിൻ്റെ ജനത്തിൻ്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായം 10-ാം തിരുവചനമാണ്. അത്ഭുതങ്ങളെ അവകാശമാക്കുന്ന ഉടമ്പടി ഒരു ആത്മീയ സ്വകാര്യ ബന്ധമാണ്. ഉടമ്പടി എടുക്കാനൊക്കെ പലരും പറഞ്ഞു, എന്നാൽ ഉടമ്പടി എടുക്കുവാൻ ആദ്യം ഈ മകള് അത്ര താല്പര്യമെടുത്തില്ല. പിന്നീട് തൻ്റെ ജീവിതത്തിൽ ഉടമ്പടി എടുക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ, അതായത് സ്വയം തോന്നുകയാണ് തൻ്റെ പപ്പയുടെ രോഗാവസ്ഥ, ആ അവസ്ഥയിൽ പിന്നീട് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. പിന്നീടുള്ള പപ്പയുടെ റിസൾട്ടുകളൊക്കെ ടെസ്റ്റ് ചെയ്യാനൊക്കെ പോയി, അതിൻ്റെ റിസൾട്ടുകളൊക്കെ പിന്നീട് നോർമലായി. അതൊരു മറ്റ് ഇവർ പേടിച്ചിരുന്ന പോലെയുള്ള ഒരു അസുഖത്തിലേക്കൊന്നും പോയില്ല എന്നുള്ളതാണ് നാം കേട്ടത്. അതിനുശേഷം പിന്നീട് തനിക്കും തൻ്റെ കുടുംബത്തിനുമൊക്കെ കിട്ടിയ ഓരോരോ കാര്യങ്ങൾ, IELTS എക്സാമും അതുപോലെ PG എക്സാമിൻ്റെ കാര്യം, ഈ മകൾക്ക് തന്നെ ഉണ്ടായിരുന്ന വർഷങ്ങളായിട്ടുള്ള ഇയർ ബാലൻസിൻ്റെ പ്രശ്നം, ഓരോന്നും ലഭിച്ചതെല്ലാം കൃപകളാണ്. അതെല്ലാം ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് നമ്മോടിവിടെ പങ്കുവയ്ക്കുമ്പോൾ പറയുക. എങ്ങനെ വ്യക്തി ജീവിതത്തിലൊക്കെ ഉടമ്പടി തന്നെ മാറ്റി പ്രാർത്ഥനാ ജീവിതവും അതുപോലെ ആത്മീയതയിലേക്കൊക്കെ
ഈശോയോട് കൂടുതൽ അടുക്കുവാൻ, പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈശോയുടെ സ്നേഹത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും തൻ്റെ മുമ്പോട്ടുള്ള ജീവിതത്തിലും അത് തനിക്ക് എന്നും കൂടെ ഉണ്ടാകും, അങ്ങനെയുള്ള ഒരു ദൃഢനിശ്ചയത്തോടെയാണ് ഇന്നിപ്പോൾ ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുമ്പോൾ സാക്ഷ്യം അവസാനിപ്പിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് നാം ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ താനേ ഉണ്ടാകും. നാം പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ, അത് ഭൗതികമായ രീതിയിൽ മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലും ആത്മീയതയിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും. അത് പിന്നീട് നമുക്ക് ഒരു ബലം തന്നെയാണ്. അതുകൊണ്ടാണ് ഉടമ്പടി ഒരു ആത്മീയ സ്വകാര്യ ബന്ധമാണെന്ന് പറയുന്നത്. ഉടമ്പടിയിലൂടെ മാത്രമാണ് നമുക്ക് ഈശോയിലേക്ക് ഇത്രയേറെ അടുക്കുവാൻ കഴിഞ്ഞ സാഹചര്യങ്ങൾ, അതുപോലെ ഓരോരോ അനുഭവങ്ങൾ നമുക്കിവിടെ കേൾക്കാൻ കഴിയുമ്പോൾ അതാണ് നമുക്ക് മനസ്സിലാവുക. എത്ര ധ്യാന പ്രസംഗങ്ങൾ കേട്ടാലും, എത്ര ധ്യാന സെൻറ്ററുകളിൽ പോയാലും ചിലപ്പോൾ ഇതുപോലെ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പിന്നീട് അങ്ങോട്ട് ദൈവത്തെ ഉപേക്ഷിച്ച് പോകാൻ പറ്റാത്ത ഒരു ആത്മീയ ബന്ധത്തിലേക്ക് നാം കടന്നു വരികയാണ്. നമ്മുടെ പ്രാർത്ഥനയൊക്കെ അങ്ങനെ ഒരു ചിട്ടയായ ജീവിത രീതിയിലേക്ക് നമ്മെ തന്നെ നയിക്കുന്ന ഒരു ജീവിതം. നമുക്ക് കരങ്ങളടിച്ച് ഈ മകൾക്കും കുടുംബത്തിനും നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി പറയാം. ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.